വിനോദസഞ്ചാര സീസണിൽ രൂക്ഷമാകുന്ന ഗതാഗത കുരുക്കിനും മാലിന്യ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനായി മൂന്നാർ പഞ്ചായത്തിൽ വിപുലമായ യോഗം ചേർന്നു. ദേവികുളം എംഎൽഎ എഫ് രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം കൂടിയത്. വിനോദസഞ്ചാര സീസണിൽ രൂക്ഷമാകുന്ന ഗതാഗത കുരുക്കിനും മാലിന്യ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണുന്നതിനായി മൂന്നാർ പഞ്ചായത്തിൽ വിപുലമായ യോഗം ചേർന്നു. ദേവികുളം എംഎൽഎ എഫ് രാജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗത്തിൽ വിനോദസഞ്ചാര മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലക്ഷ്യമിട്ട് നിരവധി സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം 500 മില്ലി വരെ ശേഷിയുള്ളതും 100 മൈക്രോണിൽ താഴെ കട്ടിയുള്ളതുമായ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിന്റെ പരിധിയിൽ നിരോധിക്കാൻ തീരുമാനിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനുമായി ശക്തമായ നടപടികളും സ്വീകരിക്കും. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനായി വിനോദസഞ്ചാര സീസണിൽ മാട്ടുപ്പെട്ടി, കുണ്ടള ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വലിയ ടൂറിസ്റ്റ് ബസ്സുകളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. സഞ്ചാരികളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ജീപ്പ് സർവീസ് ക്രമീകരിക്കാൻ പ്രത്യേക ഉപസമിതി രൂപീകരിച്ചു. ഇതിനായി പ്രത്യേക യാത്രാ നിരക്ക് നിശ്ചയിക്കും. വലിയ ടൂറിസ്റ്റ് ബസ്സുകൾക്കായി പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും റോഡരികിലെ അനിയന്ത്രിത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിലൂടെ ഗതാഗത കുരുക്കും മാലിന്യ പ്രശ്നവും ഗണ്യമായി കുറയ്ക്കാനാകുമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. മൂന്നാർ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിന് നിയന്ത്രണം ഉണ്ടാക്കുന്നതിനും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി ഇന്ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ബഹുമാനപ്പെട്ട ദേവികുളം എംഎൽഎ എഫ് രാജ അവരുടെ അധ്യക്ഷതയിൽ ചേരുകയും സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു. അതിൽ ഒന്നാമത് 500 മില്ലി താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളും 100 മൈക്രോണിന് താഴെയുള്ള ക്യാരി ബാഗുകളും പൂർണ്ണമായിട്ടും മൂന്നാർ പഞ്ചായത്ത് നിയന്ത്രിച്ച പോലെ തന്നെ ദേവികുളം പഞ്ചായത്തും ഈ വരുന്ന 15-ാം തീയതി മുതൽ നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഘട്ടം ഘട്ടമായി കൂടുതൽ പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളും നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.